അതിന് ഞാൻ സാറിനോടും നന്ദി പറയുന്നു. കാരണം എന്താന്ന് വെച്ചാൽ തിരുവനന്തപുരം പ്രോഗ്രാമിന് വന്നത് കൊണ്ടാണ് ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാല് ആ ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടി പോയത്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇതൊന്നും ഓർമ്മിക്കാണ്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യാം. അതുകൂടാണ്ട് ഇനി അങ്ങോട്ടേക്കും എല്ലാ ദിവസവും എനിക്ക് സാറിന്റെ ക്ലാസ് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. 2 ദിവസം നിങ്ങളെ ഹീൽ ചെയ്ത് റെഡിയാക്കി. അത് എല്ലാവർക്കും ഇല്ല, വീണ്ടും പറയും, എല്ലാവർക്കും ഇല്ല. അതിന് പ്രാപ്തയായെന്ന് അവിടെ നിശ്ചയിക്കുന്ന ആൾ മാത്രം വരും. ഒരു അമ്മ ആദ്യമായി നമ്മുടെ ക്ലാസ്സിൽ വരികയാണ്, ഫസ്റ്റ് ടൈം. 2 ദിവസം മുമ്പ് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് കണ്ടു. നമ്മുടെ ചാനൽ കണ്ടപ്പോ ആ അമ്മയ്ക്ക് തോന്നി ഇവിടെ വരണം, ഇവിടെ വന്നാലാണ് എന്റെ വിഷയം തീരുക, ഇതാണ് യഥാർത്ഥത്തിൽ എനിക്ക് മാറ്റം ഉണ്ടാകാൻ പോകുന്ന സ്ഥലമെന്ന് തിരിച്ചറിഞ്ഞ ഒറ്റ നിമിഷത്തിൽ അന്ന് പറഞ്ഞൊരു കാര്യമുള്ളൂ. 10 മുതൽ 15 ഇടയിലുള്ള ദിവസം ദുബായിലേക്ക് എല്ലാവരും പാസ്പോർട്ട് എടുത്ത് വെച്ചോളൂ, റെഡി ആയിക്കോളും. നമ്മൾ ദുബായി പോയിട്ട് ദുബായിയൊക്കെ കണ്ട് യുഎഇ ഒക്കെ കണ്ട് ഒരാഴ്ച ഞാനും കൂടെ ഉണ്ടാവും. ഗിഫ്റ്റുകളെല്ലാം ഒന്ന് പാക്കിൽ എടുത്തു വെക്കാൻ, നാളെ പോവാണ് എന്തായാലും. ബാഗിൽ എടുത്തു വെക്കാൻ നോക്കുമ്പോൾ ഒരു പൊതി എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ വെച്ചത് എന്താ ചെറിയൊരു സാധനം, ഇങ്ങനെ കാശ് വല്ലതാണോ, മടക്കി വെച്ചാൽ തന്നാണോ, കെട്ട് കാശായിരിക്കും കരുതി ഞാനത് നിങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ആകെ ഒന്ന് അന്താളിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ഉത്തരവില്ലാത്ത ഒരേ ഒരു ചോദ്യം, വായുവിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് കുറച്ച് ദിവസത്തിന് ശേഷമുള്ള നമ്മുടെ ഒരു ലൈവ് ഇന്ററാക്ഷൻ. നമ്മൾ ഇത്ര ദിവസം 2-3 ദിവസങ്ങളായി, കഴിഞ്ഞ ആഴ്ച അല്ലെ, 2 ആഴ്ചകളായിട്ട് നമ്മള് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം കറങ്ങി അടിച്ച് എന്തൊക്കെയോ ലൈഫിൽ എന്തൊക്കെയോ സംഭവിച്ച് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുക അല്ലേ. ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് തിരക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവിടെ വന്ന് ഇങ്ങനെ കുറച്ചു നേരം ഞാൻ റെസ്റ്റ് എടുത്തു. എന്നിട്ടപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തൊക്കെയാ ഈ സംഭവിക്കുന്നത്, എങ്ങോട്ടാ ഈ പോണേ? ഞങ്ങള് ട്രെയിനിൽ തിരിച്ചു വരുമ്പോൾ പ്രസിദ്ധം ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്താ എങ്ങോട്ടാ ഈ പോണേ, എന്താ ഈ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ഇതായിരുന്നു. സാക്ഷികളായവരാണ് അല്ലേ. ഞാൻ വീണ്ടും പറയുന്നു, ഹാപ്പിനെസ് ചാരിറ്റി ഹോമിന്റെ വീടിന്റെ പാലുകാച്ചലും ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. സാക്ഷിയാവുക മാത്രമാണ് ചെയ്യുന്നത്. പൂർണ്ണ സാക്ഷി, എല്ലാത്തിനും സാക്ഷി. എന്ത് സംഭവിക്കുന്നു, എങ്ങോട്ട് കൊണ്ടുപോകുന്നു, എന്ത് നൽകുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നൊന്നും യാതൊരു തര ഒരു ക്രെഡിറ്റും എടുക്കുന്നില്ല. ഒന്നും എന്നിലൂടെ ഒന്നും ഒരു ക്രെഡിറ്റും വിളിച്ചു പറയുന്നില്ല, ഒന്നുമില്ല, താല്പര്യമില്ല. ഒരു നിയോഗത്തോട് മാത്രം ഒരു സംഭവം മാത്രം പറയാം, ഏറ്റവും എളുപ്പത്തിലൊരു സംഭവം പറയാം. അതിയായി ആഗ്രഹിക്കുന്നവൻ എന്തും പ്രപഞ്ചം അവന്റെ മുമ്പിൽ കൊണ്ടുതരും, കൊണ്ടെത്തിക്കുമെന്ന് പറയുന്നതിന്റെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം, ഈ അനുഭവിച്ചത് 2 പ്രോഗ്രാമിലായിട്ട് അനുഭവിച്ച അഭിപ്രായങ്ങൾ, നിങ്ങൾ അതിനുശേഷം വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ നിങ്ങൾ പറയണം. പക്ഷെ ഞാൻ കണ്ട ഒരു പെട്ടെന്ന് നടന്നൊരു കാര്യം മാത്രം പറഞ്ഞു തരാം. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം ക്ലാസ്സിൽ വന്നപ്പോ ഞാനിതിന് അതിശയോക്തിപരമായിട്ട് ഒന്നും പറയുന്നില്ല, എനിക്ക് അങ്ങനെ എക്സ്ട്രാ പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ സത്യമായി തന്നെ കാണണം. ലളിതമാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും ലളിതമായി തന്നെ പറയാനാകും. നമ്മൾ ആരെയും മോട്ടിവേറ്റ് ചെയ്യാനോ എക്സ്ട്രാജറേറ്റ് ചെയ്ത് പറയാനോ ഒന്നും നമ്മൾ താല്പര്യം. ആദ്യത്തെ നമ്മുടെ ഭവനത്തിൽ നിന്ന് തുടങ്ങാം. ഞങ്ങൾ എല്ലാവരും ചാരിറ്റി അംഗങ്ങൾ എല്ലാവരും നിന്ന്, എക്സിക്യൂട്ടീവ് മെമ്പർമാരെല്ലാവരും നിന്ന് ചോദിച്ച ഒരേ ഒരു ചോദ്യം മാത്രമായിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ഉത്തരവില്ലാത്ത ഒരേ ഒരു ചോദ്യം, വായുവിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഒരു സാധാരണ ഒരു ചാരിറ്റി ഭവനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പിന്നിലുള്ള പ്രവർത്തനവും മുന്നിലുള്ള പ്രവർത്തനവും ഉണ്ടെന്ന് അത് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയില്ലെങ്കിലും ഇത് ചെയ്യുന്ന കുറേ നല്ല ആൾക്കാരുണ്ട്, അവർക്കൊക്കെ അറിയാവുന്നതാണ്. നാളെ അവരെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടും പറയാനുള്ളത്, ഒന്നും അറിയില്ല, എവിടുന്ന് കാശ് വന്നു, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നോ യാതൊരു തര ഉത്തരവാദിത്വം ഇല്ല. വളരെ ഭംഗിയായി തന്നെ എല്ലാം തികഞ്ഞൊരു ഭവനം, എല്ലാം തികഞ്ഞെന്ന് വെച്ചാൽ ഞാനവിടെ പോയി വാസ്തു നോക്കി അതിന്റെ ഓരോ ഗണിതവും ഓരോ രീതിയും നമുക്കറിയാവുന്ന രീതിയിൽ നോക്കി എല്ലാം തികഞ്ഞൊരു ഭവനം.
ആര് കൊണ്ടു തന്നു? എവിടെ നിന്ന് നൽകി? ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിലേക്ക്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഒരു 10-35 ആൾക്കാർ നമ്മൾ ചാരിറ്റിയിൽ 10-27 ആൾക്കാർ ആക്റ്റീവായിട്ടുണ്ട്. അവരൊക്കെ 1111 രൂപ, 2222 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഓരോരോ ആൾക്കാരും അവരവർക്ക് കിട്ടുന്ന അതിൽ നിന്നും 5000, 2000, 10000, 25,000, 50,000 ഒക്കെ നമ്മുടെ അംഗങ്ങൾ മാത്രം നൽകിയിട്ട് ഇത്രയും വലിയൊരു ഭവനം ഇത്രയും ഭംഗിയായി തന്നെ ഗണപതി ഹോമവും ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഓണക്കോടി അടക്കം എല്ലാവർക്കും വന്നവർക്കെല്ലാം വാങ്ങിച്ചു കൊടുത്ത് സന്തോഷത്തോടെ പിരിഞ്ഞ ഒരു കാര്യം. ഒറ്റ കാര്യമേ ഉള്ളൂ പ്രിയപ്പെട്ടവർ പറയാനായിട്ട്. നമ്മളെപ്പോഴും സമാധാനത്തിലും സംതൃപ്തിയിലും സ്നേഹത്തിലും കരുണയിലുമാണ് നിൽക്കുന്നതെങ്കിൽ, ഓടാതെ ഒതുങ്ങി അവനവനിലേക്ക് ശ്രദ്ധിച്ചാണ് നിൽക്കുന്നതെങ്കിൽ, പ്രപഞ്ചമെല്ലാം നമ്മുടെ മുന്നിൽ എത്തിച്ചേരും. ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ഇതുപോലെ ഇപ്പൊ നമ്മളൊരു വീട് കൊടുക്കാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ ആഗ്രഹിച്ചു. നമ്മൾ ആദ്യം ചെയ്യുന്ന ഓട്ടത്തിന്റെ എണ്ണം, ഓട്ടത്തിന്റെ അളവൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ഓട്ടങ്ങൾ ഓടണം, എത്ര ഒരു കമ്മിറ്റി ആണെങ്കിൽ എത്ര മീറ്റിങ്ങുകൾ നടത്തണം, എത്ര ഡിസ്കഷൻസ് നടത്തണം, ഇതൊന്ന് അവർ ആ അർഹതപ്പെട്ടവരിൽ കൊടുക്കണമെങ്കിൽ. പക്ഷെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് അവർ ഇത് തീരുമാനിച്ചു, അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട ഭവനം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അവർ കൃത്യം ഒരൊറ്റ ഭവനത്തിന്റെ ഫോട്ടോ മാത്രമേ അവർ കൊണ്ടുവന്നു, ഒന്നേ ഒരെണ്ണം എനിക്ക് അയച്ചു. സാറേ ഇത് എനിക്ക് ഓക്കെയാണ്, ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എടുത്തോ, എന്താ നോക്കണ്ട, ഒറ്റ വാക്കിൽ തീർന്നു. എല്ലാം ഒരേ ഒരു വാക്കിൽ. രണ്ടാമതൊരു വാക്ക് നമ്മൾ സംസാരിച്ചിട്ടില്ല. ചാരിറ്റിയിൽ മെമ്പർമാരെല്ലാം ഒറ്റ വാക്കായിരുന്നു. അർഹതപ്പെട്ട ആളെയും വേറെ അന്വേഷിച്ചില്ല, ഒന്നുമില്ല. ഒറ്റ വാക്കിൽ എല്ലാം തീർന്നു. ഇത് വീണ്ടും പറയുന്നു, സ്വസ്ഥമായ മനസ്സിൽ എല്ലാം പൂർണ്ണമായ ദൈവനിയോഗം അവിടെ പ്രവർത്തിക്കും. അവിടെ നമ്മൾ ഒന്നും എല്ലാം അതിൻ്റെ കണ്ടില്ലേ നിങ്ങൾ? വീഡിയോ ഇത്രയോ ഉള്ളത് കണ്ടില്ലേ? ഇതൊക്കെ നമ്മൾ ആരും ക്രിയേറ്റ് ചെയ്യുന്നതല്ല. പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സ്വസ്ഥതപ്പെടുത്തി സ്വസ്ഥമായ മനസ്സുണ്ടെങ്കിൽ എല്ലാം നടക്കും. 5 പഞ്ചേന്ദ്രിയങ്ങൾ പുറത്തോട്ട് തിരിച്ചു വെച്ച് ഓടുന്ന ഓട്ടത്തിൽ നിന്നും മാറി പഞ്ചേന്ദ്രിയങ്ങൾ അകത്തോട്ട് കൂടി തിരിക്കാൻ പഠിപ്പിച്ചിരുന്നു ഞാൻ. ഒന്നും കൂടി ഓർക്കുക. അപ്പോൾ എല്ലാം. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഞാൻ ഇപ്പൊ എത്ര ദിവസം വന്ന് ഒറ്റയ്ക്കാണ്. ഞങ്ങളുടെ കിച്ചൺ തുറന്നിട്ടേയില്ല. കിച്ചണിൽ ഒരു സാധനമില്ല. എവിടെ നിന്നാണ്? ബന്ധുക്കൾ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല, വിളിച്ചു ചോദിച്ചിട്ടില്ല. ഏട്ടന്മാർ അനിയന്മാർ നീ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചില്ല. ഞാൻ തമാശ പറഞ്ഞത്, എൻ്റെ ആഗ്രഹമില്ല. പക്ഷെ അന്നം മുട്ടിയിട്ടില്ല. സമയാസം വേണ്ട എന്ന് പറഞ്ഞു വിട്ടതല്ലാതെ കണ്ട് എനിക്ക് വേണ്ട, കൊണ്ടുവരരുത്, വേണ്ട വേണ്ട എന്ന് പറഞ്ഞു വിട്ടതല്ലാണ്ട് ചായയും കൊണ്ടൊരാൾ, രാവിലത്തെ ഇതും കൊണ്ട് മറ്റൊരാൾ എല്ലാ സമയത്തും നടക്കണം. അല്ലെങ്കിലോ? ഓക്കെ, ഇത് എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് തിരുവനന്തപുരം പ്രോഗ്രാമിലേക്ക് വരാം. ഒരു അമ്മ ആദ്യമായി നമ്മുടെ ക്ലാസ്സിൽ വരികയാണ്, ഫസ്റ്റ് ടൈം. 2 ദിവസം മുമ്പ് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് കണ്ടു. നമ്മുടെ ചാനൽ കണ്ടപ്പോ ആ അമ്മയ്ക്ക് തോന്നി ഇവിടെ വരണം, ഇവിടെ വന്നാലാണ് എൻ്റെ വിഷയം തീരുക, ഇതാണ് യഥാർത്ഥത്തിൽ എനിക്ക് മാറ്റം ഉണ്ടാകാൻ പോകുന്ന സ്ഥലമെന്ന് തിരിച്ചറിഞ്ഞ ഒറ്റ നിമിഷത്തിൽ പേയ്മെന്റ് അടച്ചു വന്നു. അവരിവിടെ കേരളത്തിൽ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവരുടെ മെന്റർഷിപ്പിലുള്ള ഒരാളാണ്. ലക്ഷക്കണക്കിന് രൂപ ഇതിനു വേണ്ടി, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് കരുതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അവർക്ക് അവരുടേതായ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് പോലും തലേ ദിവസം കീമോ കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രോഗ്രാം വരാനുള്ള ആർജവുള്ള ആളാണ്. എനിക്കിതെല്ലാം മാറ്റാൻ പറ്റും, ഒരു വിഷയമില്ല, ഞാൻ ഇതിനൊക്കെ മറികടക്കും എന്നുള്ള ആത്മവിശ്വാസമുള്ള ആളാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടുന്ന് റിസൾട്ട് കിട്ടില്ല. ആത്മവിശ്വാസത്തിന് ഒരു കുറവും. വന്നു, രാവിലെ സംസാരിച്ചു. ഇവിടെ അവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റും, ഇവിടെ മിറാക്കിൾ എനിക്ക് സംഭവിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
എനിക്കത് സംഭവിക്കുക തന്നെ ചെയ്യും സാറേ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്തിനാണ്? അവരുടെ ആരോഗ്യസ്ഥിതിയിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഗ്രാം കഴിഞ്ഞു, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ആ പ്രോഗ്രാമിന് അവർ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മണി DNA ആക്ടിവേഷൻ ആണ് നമ്മൾ നടത്തിയത്. മണി DNA ആക്ടിവേഷൻ നടത്തിയത്. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും സന്തോഷമാണല്ലോ. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റേജിലേക്ക് വന്നു. അന്ന് പറഞ്ഞൊരു കാര്യമുള്ളൂ, ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ ചെലവാക്കിയ കാശും ഇതിന്റെ 2 ഇരട്ടി കാശും ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. കാലങ്ങളായിട്ട് കിട്ടാനുണ്ടായ കാശാണ്, എഴുതി തള്ളിയ കാശാണ്. കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്നിട്ടും ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആ മുഴുവൻ കാശും എനിക്ക് വന്നു. അതിന് സാറിനോട് നന്ദി പറഞ്ഞാൽ മാത്രമല്ല, ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് കൂടി ഇന്നേരം തന്നെ ഇത്രയും കാശ് തരുന്നു എന്ന് പറഞ്ഞ് അന്നേരം തന്നെ കൊണ്ട് സ്പോട്ട് ചാരിറ്റിയിലേക്കുള്ള എമൗണ്ട് തരികയും ചെയ്യുന്ന അവരുടെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് അവർ ഇത്രയും കാലം തേടിയതിൻ്റെ എന്താണോ ആ റിസൾട്ട് കിട്ടുകയും ചെയ്യും. എങ്ങനെ ഇല്ലേ? ബാക്കിയുള്ളവർ കേട്ടിരുന്നല്ലോ മിനിയാണ് അല്ലേ? ഒരു സാക്ഷ്യം അവിടെ പറഞ്ഞതാണ്. നമ്മൾ എന്താ ചെയ്തത്? ഞാൻ ക്ലാസ് എടുക്കുക മാത്രമാണ് ചെയ്തത്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരിക മാത്രമാണ് ചെയ്തത് അല്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങളും ചിലപ്പോ സംഭവിച്ചു പോകുന്ന വേറൊരു ചിലപ്പോ നമുക്കത് ചെറിയ അത്ഭുതം എന്നൊക്കെ കരുതാം. പക്ഷേങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് എനിക്ക് വൈഫിനൊരു പേഴ്സ് കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ട് ഒരു മണി പേഴ്സ് അന്വേഷിച്ച് കുറേ ദിവസം നടന്നു. മണി മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മണി പേഴ്സ് നൽകണം കുറേ ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കാശ് വെക്കുന്ന ഒരു പേഴ്സും അതുപോലെ കുറച്ചൊരു ചിട്ടവട്ടങ്ങളുള്ള ഒരു പേഴ്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം പ്രോഗ്രാമിൽ തരണമെന്ന് വെച്ചായിരുന്നു. തിരുവനന്തപുരത്ത് തരുമെന്ന് ഉറപ്പിച്ചായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഇന്ന് അതോടൊപ്പം തന്നെ ഞാൻ വൈഫിനോട് പറയാം, രേഖയുടെ ഒന്നും പറയായിരുന്നു, നിന്റെ പേഴ്സ് മാറ്റണം, നിനക്ക് വേറൊരു പേഴ്സ് ഞാൻ കൊണ്ടുവരാൻ തരണം. എനിക്ക് അതിൽ അവളുടെ കാർഡും അവളുടെ ഒരു രീതിയുണ്ട് കാശ് വെക്കുന്നത്, അതിനനുസരിച്ചുള്ള പേഴ്സ് വേണം, അല്ലെങ്കിൽ ചുറ്റിക്കൂട്ടി വെച്ച് കളിയാണ് കാശ് വെച്ചു. അപ്പൊ അതൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് നിവർത്തി നോട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലും അവൾക്ക് അവളുടെ കയ്യിൽ കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു പേഴ്സ് വേണമെന്ന് ആഗ്രഹിച്ച് കുറേ ദിവസം കുറേ അന്വേഷിച്ചു, ഓൺലൈനിലും ഒക്കെ അന്വേഷിച്ചു. പക്ഷെ എൻ്റെ മനസ്സിൽ പറ്റിയൊരു സാധനം ഞാൻ കണ്ടെത്തിയില്ല എവിടെയും. അങ്ങനെ ഇന്ന് ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരാനുള്ളത് കിട്ടിയില്ല. അത് ഞാൻ ഡിസൈൻ ചെയ്യാൻ പറയാമെന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് ഈ പേഴ്സ് സ്റ്റിച്ച് ചെയ്യുന്നവരടുത്ത് പോയി കുറേ നേരം അവരോട് ഡിസ്കസ് ചെയ്തവരൊന്നും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തരാം, മണി മാനിഫെസ്റ്റേഷൻ പേഴ്സ് ഉണ്ടാക്കി തരാം, അതെന്തായാലും നെക്സ്റ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അവനോട് പറഞ്ഞു, സാറേ ഒരു സാധനം പുതിയത് വന്നിട്ടുണ്ട്, ഇതാണോ നിങ്ങൾക്ക് വേണ്ടത് നോക്കിക്കോളൂ എന്ന് കരുതിയിട്ട് ഇത്ര ദിവസം ഇല്ലാത്ത ഇന്നലെ വന്നതാണെന്ന് പറഞ്ഞ് എനിക്കൊരു സാധനം എടുത്ത് കാണിച്ചു. ഇതിനകത്ത് കാശ് വെക്കാൻ ഞാൻ നിവർത്തി വെക്കാനുള്ള സ്പേസും അതിന് സിബും കോയിൻസ് ഇടാൻ പറ്റുന്നതും കാർഡ് ഇടാൻ പറ്റുന്നതൊക്കെ ആയിട്ട് എന്താണോ എന്റെ മനസ്സിലുണ്ടായത് ആ സാധനത്തെ തന്നെ അവരെടുത്ത് കാണിച്ചു. ഇത് കുറച്ച് എക്സ്പെൻസീവ് കോസ്റ്റ്ലി ആയിട്ട് സാധനമാണ്. ഇത് ഞാൻ വാങ്ങിച്ചു. അപ്പോഴും ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ വേറെ പേഴ്സ് ഉണ്ട്, എനിക്ക് വേണ്ടതാണ്, പക്ഷെ ഇതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പോകുന്നു. ഞാൻ പറഞ്ഞു ഷോർട്ടായി പറഞ്ഞുതരാം. പക്ഷേ ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ യഥാർത്ഥ ആവശ്യം ഇതല്ല, വൈഫിനൊന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം എന്നതാണ്. ഞാൻ പോട്ടെ ഇനിയിപ്പോൾ ഒന്ന് നോക്കാന്ന് കരുതി തിരിച്ചു വന്നപ്പോൾ ഇന്നലെ മിനിയാന്ന് കിട്ടിയ കുറേ ഗിഫ്റ്റുകളുണ്ട്. ഗിഫ്റ്റുകളെല്ലാം ഒന്ന് പാക്കിൽ എടുത്തു വെക്കാൻ, നാളെ പോവാണ് എന്തായാലും, ബാഗിൽ എടുത്തു വെക്കാൻ വന്നപ്പോൾ ഒരു പൊതി എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ വെച്ചിട്ട് എന്താ ചെറിയൊരു സാധനം ഇങ്ങനെ കാശ് വല്ലതാണോ, മടക്കി വെച്ചാലും തന്നാണോ, കെട്ട് കാശായിരിക്കും കരുതി ഞാനത് നിങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ആകെ ഒന്ന് അന്താളിച്ചു. കാരണം ഞാൻ ലേഖയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന അതേ സാധനം, സെയിം സാധനം, ഒരു വ്യത്യാസവും ഇല്ല. ഒരു സൈഡിൽ കുറച്ച് സാധനങ്ങൾ അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കീയൊക്കെ അങ്ങനെയുള്ള സാധനം വെക്കാനുള്ള ഒരു സാധനം. മറ്റേ സൈഡിൽ സാധാരണ ആണുങ്ങളുടെ പേഴ്സ് പോലുള്ള പേഴ്സും അതിനകത്ത് നീളത്തിൽ കാശ് വെക്കാൻ പറ്റും, സ്ട്രെയിറ്റ് ആയിട്ട് കാർഡ് വെക്കാം. എനിക്ക് എപ്പോഴും കാശ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം.
അതേപോലെ സാധനം. യെസ്. എന്നിട്ടും തീർന്നില്ല. അപ്പൊ സാധാരണ ഒരു പേഴ്സിന് സാധാരണ പ്രൈസ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. നല്ല ലെതറ, ഇത് നല്ല ലെതറ. നോക്കിയപ്പോ നല്ലൊരു എമൗണ്ട്, നല്ല എക്സ്പെൻസീവ് ആണ്. താങ്ക് യു. കുമാരി പ്രഭയാണ് തന്നത് എന്ന് എനിക്ക് പിന്നെ ഇപ്പൊ പ്രസീത പറഞ്ഞപ്പോ മനസ്സിലായി. എഴുതി വെച്ച്. അപ്പോ ഇങ്ങനെയുള്ള ഇനി ഒരുപാട് ആൾക്കാർ തന്നിട്ടുണ്ട് കേട്ടോ. എന്റെ ആമിക്കുട്ടി എനിക്ക് കൊണ്ടു തന്നത് നല്ല രസമുള്ള സാധനമാണ്. ഒരു ഗണപതിയും കൊണ്ടാണ് ആമിക്കുട്ടി വന്നത്. അല്ലേ? സന്തോഷായി. അങ്ങനെ ഓരോ ആൾക്കാർ ഒരുപാട് എല്ലാവരും തന്നിട്ട് എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചില അത്ഭുതങ്ങളൊക്കെ ഞാനിപ്പോ എന്നെ വളരെ ലളിതമായി പറഞ്ഞാണ്. ഇങ്ങനെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടില്ലേ? എന്തുകൊണ്ടായിരിക്കും? നോക്കൂ, ഇന്ന് നേരത്തെ ഞാൻ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയാ. ഇതൊക്കെ നമ്മൾ ഒരേ വൈബ്രേഷൻ, ഒരേ വൈബ്രേഷൻ താളത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. നിങ്ങളും ഞാനും പോകുന്ന വഴി, ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്ന വഴി നിങ്ങൾ നിഴലായി തുടരുമ്പോൾ പിന്തുടരുന്നാൽ മാത്രം മതി. പ്രാക്ടീസ് ചെയ്യാൻ പറയുമ്പോൾ പ്രാക്ടീസ് ചെയ്തോളുക, ചെയ്യാൻ പറയുമ്പോൾ ചെയ്തോളുക. നമ്മൾ അവിടെ എത്തും. ഒരു ദിവസം ചെയ്തു 2 ദിവസം ചെയ്യാതിരിക്കുന്നതല്ല. കുമാരി പ്രഭ ക്ലാസ്സിൽ വന്ന സമയത്ത് ഏത് രൂപത്തിലാണ് വന്നത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കിടക്കുന്ന സംഭവം കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞു. ഞാൻ വളരെ ലളിതമായി പറയും, സാറേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, അത് സാരല്ല, ഞാനത് മേക്കപ്പ് ചെയ്തോളാം. വളരെ കൂളായിട്ട് ഒരു വലിയ വിഷയത്തെ പറയാം. വലിയ വിഷയമാണ്. നമ്മളൊക്കെ സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ തലയിൽ കൈ വെച്ച് തലയിൽ തല്ലി അയ്യോ എന്ന് നിലവിളിക്കേണ്ട ആൾക്കാർ അത്രയും വലിയ സംഭവം നടന്നപ്പോൾ അതൊക്കെ ശരിയായിക്കോളും, ഞാൻ ശരിയായി. ശരി. വിളക്ക് കത്തിക്കാൻ പോകുമ്പോൾ ഞാനൊരു ദിവസം ഞാൻ ഫോൺ വിളിച്ച് ബസ്സിൽ അവർക്ക് വിളിക്കണം, അത്യാവശ്യം ഒരു സംസാരിക്കണം. ഞാൻ ഫോൺ വിളിച്ച് ഞാൻ വണ്ടി കയറി ഇങ്ങനെ ഫോൺ വിളിച്ച് എടുക്കുമ്പോഴേക്കും വിളക്ക് കത്തിച്ചോന്നാ ഞാൻ ചോദിച്ചത്. ഫോൺ എടുത്ത് ചോദിച്ചു ഞാൻ വിളക്ക് കത്തിച്ചോന്നാ. സമയം അതിൽ അങ്ങനെ കരുതി വിളക്ക് കത്തിച്ചു. അപ്പൊ വിളക്ക് കത്തിക്കുന്ന സമയത്താണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ വിളക്ക് കത്തിക്കുമ്പോൾ ചിന്തിച്ച് എത്രയേ ഉള്ളൂ, സാർ ഒന്ന് എന്നെ വിളിച്ചിരുന്നെങ്കിൽ, ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വിളക്ക് കൊളുത്തുന്നത്. പിന്നെ ആ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ചിന്തിച്ചു നോക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു അല്ലേ? ഒന്നുമില്ല, ഇവിടെ ഒന്നും സംഭവിക്കണ്ട. നിങ്ങൾ സത്യസന്ധരായിരുന്നാൽ മാത്രം മതി. നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ധൃതി പിടിച്ച് ഓടാതെ കണ്ട് സ്വസ്ഥമാവാൻ ശ്രമിച്ചാൽ മാത്രം മതി. എല്ലാം വർക്ക് ചെയ്യും. സ്വസ്ഥമാ, വെട്ടിപ്പിടിക്കാൻ ഓടുകയല്ല വേണ്ടത്. അകത്ത് നിന്ന് അകത്തേക്ക് വെട്ടിപ്പിടിക്കും. നമ്മുടെ ആന്തരിക സത്വത്തെ വെട്ടിപ്പിടിക്കുക. പുറം ലോകം നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. ഓക്കെ, ഫൈൻ. സോ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉള്ളതെന്ന് പറയാം. ഇതെല്ലാം പാഠങ്ങളാണ്, അനുഭവങ്ങളാണ്. ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ക്ലാസ്സുകളിലും ഇങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ അമ്മമാർ ഞാൻ ലൈവിലൊക്കെ വരുന്നത് ഇതുവരെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാത്തവർ, ഒറ്റയ്ക്ക് വണ്ടിയിൽ ദൂരെ പോകാത്തവരൊക്കെ ധൈര്യപൂർവ്വം വന്ന് നിൽക്കുന്നു. എവിടുന്ന്? ട്രെയിൻ, ബസ്, എന്താ വരും ധൈര്യമാണ് അവിടെ. അല്ലെ? എല്ലാരും പറയുന്ന വാക്കുകൾ അറിയാലോ നിങ്ങൾക്ക്. എന്താ അവിടെ നമ്മൾ നമുക്ക് ഓരോ കണ്ടീഷനുമില്ല. നിങ്ങൾ കാശ് തന്നാലും സന്തോഷം, തന്നില്ലെങ്കിലും എനിക്ക് വിഷയമില്ല, തന്നുകൊണ്ടേയിരുന്നാലും സന്തോഷം. അല്ലേ? അങ്ങനല്ലേ? തരാതിരുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ നാളെ പറയും നാളെ തരുന്നു. തന്നുകൊണ്ടേയിരിക്കും. നാട്ടിലൊക്കെ വന്നിട്ട് കറങ്ങി അടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ചില ആൾക്കാരുണ്ടെന്ന് ഞാൻ കേട്ടു. ക്ലാസ്സിലൊന്നും കയറാൻ സമയമില്ല എന്ന്. അല്ലേ? അങ്ങനെ ചില തമാശ. ഓക്കെ, ശരി. അപ്പോ ഇത്തരം അനുഭവങ്ങൾ പറയാനുള്ളവർ പറഞ്ഞോളൂ. റജില കുട്ടിയോട് പലവട്ടം പറഞ്ഞു പ്രാക്ടീസ് എന്ന്. റജില 2 ദിവസം പ്രാക്ടീസ് ചെയ്തു. 3ാമത്തെ ദിവസം എന്തൊക്കെ റിസൾട്ട് കൊണ്ടുവന്നു എന്നൊക്കെ ഫോട്ടോ ഒക്കെ കണ്ടു ഞാൻ. അല്ലേ? നമ്മൾ 88 പോർട്ടൽ, ഏതാണ് 88 പോർട്ടലോ 369 88 പോർട്ടൽ പ്രാക്ടീസ് ചെയ്ത് പലർക്കും അനുഭവം ഉണ്ടായി. വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, അടുത്ത 108 ഡേയ്സിന്റെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്താൽ റിസൾട്ട് ഉറപ്പാണ്. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരു ഉറപ്പുമില്ല. കിട്ടിയാ കിട്ടി, പോയാൽ പോയി.
369 പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 27 ദിവസം ഇന്നലെ കഴിഞ്ഞു, ഇന്ന് 2 ദിവസം കഴിഞ്ഞു. കൊച്ചി പ്രോഗ്രാം പങ്കെടുത്തവർക്കും തിരുവനന്തപുരം പ്രോഗ്രാം പങ്കെടുത്തവർക്കും ഫ്രീ ആണ്. അവർക്ക് ഞാൻ കോംപ്ലിമെന്ററി ആയിട്ട് ആ പ്രാക്ടീസ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ചെയ്യണം. അതിൽ എത്ര പേര് ചെയ്യുന്നു നോക്കാം. മറ്റുള്ളവരൊരു പ്രാക്ടീസ് ചെയ്തേക്കുക. എല്ലാ ദിവസവും ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ഇന്ന് 2 പേരൊക്കെ പിടിച്ചു. അതിനകത്ത് എന്റെ അഫർമേഷൻ അവർ കോപ്പി ചെയ്ത് വേസ്റ്റ് ചെയ്തിരിക്കുന്നു. അതല്ല അഫർമേഷൻ പ്രാക്ടീസ്. ഞാനൊരു അഫർമേഷൻ തരാത്തതെന്ന് വെച്ചാൽ അഫർമേഷൻ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കൊച്ചി പ്രോഗ്രാം വന്നവർക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അതിൽ നോക്കി വേണ്ട അഫർമേഷൻ എടുക്കാൻ നിങ്ങൾ പഠിക്കണം. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതറിയണം. പ്രാക്ടീസ് ചെയ്യുക, ക്ലാസ്സുകൾ പങ്കെടുക്കുക. ഇഷ്ടംപോലെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ സ്പിരിച്വൽ ക്ലാസ്സുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ച ചോദ്യം, സാറേ ഈ നിങ്ങളുടെ ക്ലാസ്സിൽ മതേതരത്വം പാലിക്കുന്നുണ്ടോ എന്ന്. എന്ന് മുമ്പ് പറഞ്ഞാൽ തോന്നുന്നല്ലേ, ലൈവ് കൊച്ചി പ്രോഗ്രാം പറഞ്ഞ മതേതരത്വം പാലിക്കുന്നുണ്ടോ? നമ്മൾ ഒരിക്കലും ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. എന്തുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞത്? ആർക്കും ഉത്തരം പറയാൻ പറ്റുമോ? ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? മതേതരത്വം നമ്മൾ പാലിക്കേയില്ല. ആർക്കും പറയാൻ പറ്റുമെന്നൊക്കെ? സാറേ, നമ്മൾ മനസ്സിനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. മനസ്സിനെയാണ് മാറ്റുന്നത്. അപ്പൊ അതില് എല്ലാ മതത്തിന്റെയും മനസ്സൊന്നാണ്. മതേതരത്വം പാലിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മതം ഉണ്ടെങ്കിൽ മതത്തിനെ പറ്റി ചിന്തിച്ചാലാണ്. മതമില്ലാത്തവർക്ക് എന്താണ് മതേതരത്വം? മതമുള്ളവന് മാത്രമേ മതേതരത്വം ഉള്ളൂ. നമുക്ക് മതമേ ഇല്ല, പിന്നെ എങ്ങനെ മതേതരത്വം വരും? ഒരു മതവും ഒരു ചിന്തയും നമ്മളില്ല മതേതരമായി മതപരമായിട്ടില്ല. പിന്നെ എന്തിനാണ് മതേതരത്വം? ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ. ഇല്ല, ഒരിക്കലും പാലിക്കില്ല. കാരണം എനിക്ക് മതമില്ലാത്തത് കൊണ്ട്. എല്ലാ സംഗീതങ്ങളെയും നമ്മൾ ഒരേപോലെ സ്വീകരിക്കുന്നു, അറിയുക, ചെയ്യുന്നു. നിങ്ങൾ ഏത് പ്രാക്ടീസ് ചെയ്യുന്നോ എല്ലാം നന്മയിലേക്കുള്ള വഴികളാണ്. ഒന്നും തിന്മയിലേക്ക് വഴികൾ പറഞ്ഞു കൊടുത്ത് ഒരു മതവും ഇല്ല. നമുക്ക് എന്താണ് പോകേണ്ടത്? നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ആരുടെ ആരാധനയും ഒരാളുടെ ആരാധനയും കുറവല്ല, ഒരാളുടെ ആരാധന വ്യത്യാസമല്ല. എനിക്കറിയുന്നത് ഞാൻ ചെയ്യാം, നിങ്ങൾക്കറിയുന്നത് നിങ്ങൾ ചെയ്യുക. തെറ്റില്ല, വഴികൾ മാത്രമേ വ്യത്യാസമുള്ളൂ. എറണാകുളത്തേക്ക് വന്ന നിങ്ങൾ 100 വഴികളിലൂടെയാണ് എറണാകുളത്ത് എത്തിയത്. തിരുവനന്തപുരത്തേക്ക് എത്തിയ നിങ്ങൾ 100 വഴികളിലൂടെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ലക്ഷ്യം തിരുവനന്തപുരം മാത്രമാണ്. ലക്ഷ്യം ആ ഒരേ ഒരു സത്യത്തിലേക്കാണ്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഈഴവനായാലും ശുദ്രനായാലും വൈഷ്ണവനായാലും ബ്രാഹ്മണനായാലും എന്താണ് വേറെന്താണ് കുറെ പേര് തന്നെ അറിയില്ല. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ, നന്മ. നമ്മുടെ മതം ഒറ്റ മതം, നന്മയുടെ മതം, സന്തോഷത്തിന്റെ മതം, സമാധാനത്തിന്റെ മതം, സംതൃപ്തിയുടെ മതം, ഐശ്വര്യത്തിന്റെ മതം. അല്ലെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ പറയാം, പണത്തിന്റെ മതം. നമ്മുടെ മതം ഏതാണ്? പണത്തിന്റെ മതം. വ്യത്യാസം ഉണ്ടോ? എളുപ്പത്തിൽ പറയാൻ പറ്റില്ലേ? അത് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്ന നമ്മുടെ മതം എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ മതം പണത്തിന്റെ മതമാണ്. പണത്തിന് ഒരു വ്യത്യാസമില്ല. ഏത് മതമായാലും എല്ലാവരും ഒരുപോലെ കാണും. അവിടെ വിഷയം അങ്ങനെ ആയിക്കത്ത്. അപ്പോ മറ്റുള്ളവർ അനുഭവങ്ങളൊന്ന് പറഞ്ഞോളൂ, പെട്ടെന്ന് തീർക്കാം. അനുഭവമുള്ളവർ പറഞ്ഞോളൂ എന്തൊക്കെ സംഭവിച്ചു നിങ്ങൾക്ക് വന്നപ്പോൾ. ഹീലിംഗിനെ പറ്റി നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കി. കൊച്ചിയിൽ എന്താണ് ഹീലിംഗ്, എങ്ങനെയാണ് ഹീലിംഗ് സംഭവിക്കുന്നത്, നല്ലതും അതിന്റെ നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ അവസ്ഥകൾ നിങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ? ഞാൻ ടെസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കൊച്ചി പ്രോഗ്രാം ഹീലിംഗിന്റെ ടെസ്റ്റ് മാത്രമാണ്. ഒരു ദിവസം എങ്ങനെയാണെങ്കിൽ എത്ര കിടക്കുന്നുണ്ടെന്ന് ആലോചിച്ചോളൂ. വരുന്നുണ്ട് അടുത്ത 2 ദിവസത്തെ ഹീലിംഗ് തെറാപ്പി വരുന്നുണ്ട്. 2 ദിവസം നിങ്ങളെ ഹീൽ ചെയ്ത് റെഡിയാക്കി. അത് എല്ലാവർക്കും ഇല്ല, വീണ്ടും പറയും എല്ലാവർക്കും ഇല്ല. അതിന് പ്രാപ്തയായെന്ന് അവിടെ നിന്ന് നിശ്ചയിക്കുന്ന ആൾ മാത്രം വരും. അതുകൂടി പറയാം. ഒക്ടോബർ മാസത്തിൽ നമ്മൾ 2 പ്രോഗ്രാം വരുന്നുണ്ട്. ഒന്ന് കോഴിക്കോട് വെച്ച് ഇതേപോലെ ലൈവ് പ്രോഗ്രാം ആയിരിക്കും. വയനാടോ കൂർഗിലോ വെച്ചായിരിക്കും ഹീലിംഗ്, അഗ്നി സാക്ഷിയായിട്ടുള്ള ഹീലിംഗ് സെഷൻ. ഒന്നിക്കൽ വയനാടായിരിക്കും അല്ലെങ്കിൽ കൂർഗിലായിരിക്കും. 2 ദിവസം ട്രാൻസ്പോർട്ടേഷനൊക്കെ അറേഞ്ച് ചെയ്യും. 2 ദിവസം പരിപാടി. അത്രയും
അർഹതപ്പെട്ടവർ മാത്രം അതിൽ വരും. ആദ്യത്തെ എല്ലാവർക്കും വരാം. ഹീലിംഗ് എല്ലാവർക്കും വരാൻ പറ്റില്ല. പിന്നെ ദുബായ് പ്രോഗ്രാം ഓൾറെഡി ഡിക്ലെയർ ആണ്. ഡിസംബർ 10 മുതൽ 15 ഇടയിലുള്ള ദിവസം ദുബായിലേക്ക് എല്ലാവരും പാസ്പോർട്ട് എടുത്ത് വെച്ചോളൂ, റെഡി ആയിക്കോളും. നമ്മൾ ദുബായി പോയിട്ട് ദുബായിയൊക്കെ കണ്ട് UAE ഒക്കെ കണ്ട് ഒരാഴ്ച ഞാനും കൂടെ ഉണ്ടാവും. എല്ലാം റഹീനെ ഏൽപ്പിക്കുന്നു. റഹീന വണ്ടി എടുത്തിട്ട് ദുബായിൽ നിങ്ങളെല്ലാവരും കൊണ്ടുപോകും. എല്ലാവരും അതിന് വേണ്ടി റെഡി ആയിക്കോളൂ, കാശൊക്കെ റെഡിയാക്കി വെച്ചോളൂ, അത് വരാം. ഹീലിംഗ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ബാക്കി ബുക്കിംഗ് ഒക്കെ ഇന്ന് രാവിലെ 3 പേര് എന്നെ മെസ്സേജ് അയച്ചു തന്നു, സാർ അടുത്ത ക്ലാസ്സിന്റെ ബുക്കിംഗ് എനിക്ക് ഇപ്പോഴേ ചെയ്തു വെക്കണം, എപ്പോഴാണ് ഡേറ്റ് പറഞ്ഞോളൂ. ഞാൻ ഡേറ്റ് പിന്നെ പറഞ്ഞിട്ടില്ല അവരോട്. ഇപ്പൊ ഞാൻ പറയുന്നു ഒക്ടോബർ മാസത്തിലായിരിക്കും നെക്സ്റ്റ് നമ്മുടെ 2 ദിവസം 2 സെഷൻ. ഒന്ന് നോർമൽ ക്ലാസ്സുകൾ, മറ്റൊന്ന് ഫുൾ ഹീലിംഗ്. അത് 2 days പ്രോഗ്രാമാണ്. ഒരു ദിവസം ഹീലിംഗ് ചെയ്യും, അതിനുശേഷം ലാസ്റ്റ് പിന്നെ ആയിരിക്കും സോൾ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ അല്ല, സോൾ ലെവൽ മെഡിറ്റേഷൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. സോൾ മെഡിറ്റേഷൻ അന്ന് മുതൽ നമ്മൾ സോൾ മെഡിറ്റേഷൻ തുടങ്ങും. ആ സോൾ മെഡിറ്റേഷനോട് സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിലേക്ക് പോകുന്ന യാത്രയാണ്. ഓരോ കർമ്മങ്ങളും ക്ലിയർ ചെയ്ത് സോൾ ലെവലിലേക്കുള്ള മെഡിറ്റേഷൻ പോകുന്നത് ലിമിറ്റഡ് ആൾക്കാർക്ക് വേണ്ടി മാത്രം. ഇത് നമ്മുടെ മറ്റൊരു സെഷൻ പോവുകയാണ്. ആദ്യം മനസ്സിനെ മാറ്റി, യോഗയിലൂടെ നമ്മൾ ശരീരത്തിനെ മാറ്റി, ജ്ഞാനത്തിലൂടെ നമ്മൾ ബോധോദയത്തിലേക്കുള്ള യാത്ര തുടങ്ങി. അപ്പോഴാണ് നമുക്കറിയുന്നത് എവിടെയൊക്കെയോ ചില സംഭവങ്ങൾ പിടിച്ചു വച്ചിട്ടുണ്ട്. പഴയതും ചെറുപ്പത്തിലുള്ളതുമായ മുൻജന്മ കർമ്മങ്ങളും ഈ ജന്മ കർമ്മങ്ങളും ഒക്കെ ബാക്കിയിരിക്കും. മുൻജന്മം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിങ്ങളോട്. എന്താണ് ഈ മുൻജന്മം എന്ന് പറയുന്നത്? അത് ചെയ്തു, സാധനാ കർമ്മങ്ങളിൽ അനുഷ്ഠിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് സോൾ ലെവലിലേക്ക്. സോൾ ലെവലിൽ പോകുന്നതിന് മുമ്പ് 2 മാസം നമുക്ക് കുറച്ച് പ്രാക്ടീസുകൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സോൾ മെഡിറ്റേഷൻ തുടങ്ങുന്നത്. അത് നമുക്ക് ഒക്ടോബർ മാസത്തോടു കൂടി സോൾ മെഡിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. 11 സ്റ്റെപ്പുകളുള്ള ഒരു മെത്തേഡാണ് സോൾ മെഡിറ്റേഷൻ. അത് ചിലപ്പോൾ ഗുരുക്കന്മാരാരൊക്കെ ആ സമയത്ത് ഉപയോഗിക്കും, ദേവി പ്രസാദം ഉണ്ടാവുമായിരിക്കും. അതൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്പൊ ഇപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, ഇനി ആർക്ക് സംസാരിച്ചോളൂ, ഞാൻ വിട്ടു പറ. ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. ഞാൻ തിരുവനന്തപുരം പ്രോഗ്രാമിൽ പഠിപ്പിച്ച ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പറഞ്ഞു തരാം, എഴുതി വെച്ചോളൂ. ഈ കോൺസെപ്റ്റിലായിരിക്കും നിങ്ങൾ ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. തിരുവനന്തപുരത്ത് ഞാൻ ഒരു കോൺസെപ്റ്റ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് ശ്രീലത നന്ദിട്ട് ഇത് പറഞ്ഞേ. തിരുവനന്തപുരത്ത് പഠിപ്പിച്ച ഒരു കോൺസെപ്റ്റ് എന്തോ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. എല്ലാത്തിന്റെ അടിസ്ഥാനം ഈ രീതിയാണ്. ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ജീവിതം സെറ്റ്. എങ്ങനെയാണ് നമ്മുടെ മണി DNA രൂപപ്പെടുന്നത് എന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇതെല്ലാത്തിനും മണി DNA അല്ല, നമ്മുടെ മൊത്തത്തിലുള്ള സ്വഭാവ രൂപീകരണത്തിന്റെ അടിസ്ഥാന തത്വമാണ്. പറഞ്ഞു. കേട്ടത്, കണ്ടത്, അനുഭവിച്ചത്, വിശ്വസിച്ചത്, ആവർത്തിച്ചത്. എഴുതിക്കോ എല്ലാവരും എഴുതിക്കോ. വലിയ പറയണം ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കണം. ഒന്നുകൂടെ പറയണോ സാറേ? യെസ്, പറഞ്ഞു. കേട്ടത്, നമ്മൾ കേട്ടത് എന്താണോ ഫസ്റ്റ് കേട്ടത്, കണ്ടത്, അനുഭവിച്ചത്, വിശ്വസിച്ചത്, ആവർത്തിച്ചത്. രണ്ടാമത് എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു, നമുക്ക് എന്തായി തീരണം, രണ്ടിന്റെയും ഉത്തരം ഒന്നിൽ തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞാൻ കേട്ടതിൽ നിന്നും, ഞാൻ കണ്ടതിൽ നിന്നും, ഞാൻ അനുഭവിച്ചതിൽ നിന്നും, ഞാൻ വിശ്വസിച്ചതിൽ നിന്നും, ഞാൻ ആവർത്തിച്ചതിൽ നിന്നും ഞാൻ ഇങ്ങനെയായി തീർന്നിരിക്കുന്നു. അപ്പോ ഞാൻ മറ്റൊന്നായി തീരണമെങ്കിൽ ഞാൻ കേൾക്കുന്നത് മാറ്റണം, ഞാൻ കാണുന്നത് മാറ്റണം, ഞാൻ അനുഭവിക്കുന്നത് മാറ്റണം, ഞാൻ വിശ്വസിക്കുന്നത് മാറ്റണം, ഞാൻ ആവർത്തിക്കുന്നത് മാറ്റണം. അല്ലേ? സാധ്യമാണല്ലോ അല്ലേ? ഇതൊന്ന് എടുത്തു വെച്ചോളൂ എല്ലാവരും. അപ്പോ ഇനി മുതൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം കേൾക്കുക, എന്താണോ വേണ്ടത് അത് മാത്രം പറയുക, എന്താണോ വേണ്ടത് അത് മാത്രം കാണുക, എന്താണോ വേണ്ടത് അത് മാത്രം വിശ്വസിക്കുക, എന്താണോ വേണ്ടത് അത് മാത്രം ആവർത്തിക്കുക. അപ്പൊ ഒരാൾ പറയാണ്, അയ്യോ എനിക്ക് വയ്യേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ലേ? ഓക്കെ, ഇനി അനുഭവത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ഋജുല സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും.
ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് പറയുന്നതിന് മുന്നിട്ട് എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 മാസമായി. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യത്തെ മെഡിറ്റേഷനിൽ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടേനും എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത് ആ ഒരു മാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാറിന്റെ ഈ ഒരു ചാരിറ്റീന്റെ കാര്യങ്ങളൊന്നും അന്നേരം എനിക്ക് അറിയില്ലേനു ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ അറിയെങ്കിൽ നല്ല ഇനിയും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ചെറിയൊരു എമൗണ്ട്, വലുതല്ല. അപ്പോ പിന്നെ അങ്ങനെ സാറിന്റെ മെഡിറ്റേഷൻ ക്ലാസ്സിലും ജൂനിയർ മൈൻഡ് സെറ്റിലുമാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. അതിനുശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വലിയ വരുമാനം മേടിച്ചത് കഴിഞ്ഞതിന്റെ മുന്നിലത്തെ മാസമാണ്. അങ്ങനെ എൻ്റെ യാത്ര ഇങ്ങോട്ടേക്ക് തുടർന്നു പോന്ന്. അപ്പോൾ 2 എറണാകുളം ക്ലാസ്സിലും തിരുവനന്തപുരത്തെ ക്ലാസ്സിലും എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മാറ്റത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് അത് ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് ഒരു എന്താണെന്നറിയില്ല, കുറച്ചൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിന്. പക്ഷെ ഞാൻ അതെല്ലാം ഓവർകം ചെയ്യുന്നുണ്ട്, പരമാവധി ശ്രമിച്ചിട്ട് ഓവർകം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ സാറും മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ ചിങ്ങം 1 പറഞ്ഞാല് ഞാൻ വേറെ ഒരു സമയത്താണെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ക്ഷീണം പിടിച്ച് കിടക്കുക ചെയ്യല്. കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടായിന് ട്രെയിനിൽ വന്ന സമയത്തെല്ലാം. നമുക്ക് ശാരീരികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഞാൻ സാധാരണ രീതിയിലാണെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം ലീവ് എടുത്ത് വീട്ടിൽ തന്നെ നിൽക്കുക ചെയ്യല്. പക്ഷെ എനിക്ക് ഇന്നലെ എന്തോന്ന് അറിയില്ല, എനിക്ക് വീട്ടിലിരിക്കാൻ വേണ്ടി തോന്നിയിട്ടില്ല. എനക്കെന്തോ അത് വീട്ടിലിരിക്കുമ്പോൾ എനക്കെന്തോ മെന്റലി ഒരു ഇതാന്ന് തോന്നി. കുറച്ചൊരു 10:30 ആയിരം തന്നെ ഞാൻ ഇറങ്ങി. കസ്റ്റമർ ഒന്ന് പറഞ്ഞതായിരുന്നു, പിന്നെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് അവരെ മെച്യൂരിറ്റി ആയതാണ്. അപ്പൊ എനിക്ക് അവരെന്നെ റീഇൻവെസ്റ്റ്മെന്റ് തന്ന് ആ ഒരു ഇത് എനിക്ക് അവിടെ സൊസൈറ്റിയിൽ അടക്കാൻ വേണ്ടി സാധിച്ച്. അതിന് ഞാൻ സാറിനോടും നന്ദി പറയുന്നു. കാരണം എന്താന്ന് വെച്ചാൽ വേറെ ആ ഒരു തിരുവനന്തപുരം പ്രോഗ്രാമിന് വന്നത് കൊണ്ടാണ് ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാല് ആ ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടി പോയത്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇതൊന്നും ഓർമ്മിക്കാണ്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യാം. അപ്പൊ ഇനി ഞാൻ സാറിനോട് നന്ദി പറയുന്നു. അത് കൂടാണ്ട് ഇനി അങ്ങോട്ടേക്കും എല്ലാ ദിവസവും എനിക്ക് സാറിന്റെ ക്ലാസ് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് എന്നാ വേണ്ടതെന്ന് വിചാരിച്ചാല് മെമ്പർഷിപ്പ് ക്ലാസ്സിലൊന്നും ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ കയറിയാൽ ഡെയിലി ക്ലാസ് കേൾക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇനി എനിക്ക് അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ മാറണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വേറെ ആരും സംസാരിക്കാനുണ്ടോ? അനുഭവം പറയാൻ? സാർ എനിക്കൊരു അനുഭവം ഉണ്ടായി ഇന്നലെ. പറഞ്ഞു. ഞാന് എൻ്റെ ചാർജർ ചെറുതാണ്, ചാർജർ വർക്ക് ചെയ്യുന്നില്ല, ഫോണിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നുമില്ല. അപ്പൊ മോൻ എന്നോട് പറയുന്നു, ഉമ്മ സൈക്കിളിൻ്റെ അകത്തൊരു ചാർജർ, ഉമ്മാക്ക് പറ്റിയൊരു ചാർജർ. സൈക്കിള് അങ്ങാടിയിൽ നാദാര ടൗണിൽ നിർത്തിയിട്ടിരുന്നു. അപ്പൊ അത് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചാർജർ, എൻ്റെ ഫോണിന് പറ്റിയ ചാർജർ. എവിടുന്നാ വന്നേ, എങ്ങനെയാ വന്നതൊന്നും അറിയില്ല. എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞ ഏതായാലും ഇപ്പൊ ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, മറ്റേ അപ്പോ പറഞ്ഞു വന്ന 2 കാര്യങ്ങളാണ്. ഇനി ഇതുവരെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേറെ ക്ലാസ് ഉണ്ട്, പെയ്ഡ് ക്ലാസ് ഉണ്ട്, പോവാണ്. 2-3 കാര്യം പറയാൻ വന്നത്. നമ്മൾ മിറാക്കിൾ മോർണിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും നാളെ മുതൽ ഒരുപാട് വീണ്ടും നിങ്ങളെല്ലാം പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം. 369 നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന അഫർമേഷൻ പ്രാക്ടീസ് ആണ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. ചെയ്യാത്തവർ കൈപൊക്കി അങ്ങനെ ഇരുന്നു. അതേ പറയണ്ടോ? കൈപൊക്കി ഇരുന്നോ? ബാക്കി ഞാൻ പറയല്ല, കൈപൊക്കാനല്ല, കൈപൊക്കി ഇങ്ങനെ ഇരുന്നോളൂ. ഞാനൊന്നുമില്ലേ, എനിക്കൊന്നും സംഭവിക്കില്ലേ, ഞാൻ മാറ്റുന്നില്ലേ എന്നും പറഞ്ഞിങ്ങനെ കൈപൊക്കൂലേ? അതാ പറഞ്ഞു, ഈ കൈപൊക്കാനത് അല്ലേ? പ്രാക്ടീസ് ചെയ്യും കുട്ടികളെ. എല്ലാവർക്കും മാറ്റം വരും. യോഗ മെഡിറ്റേഷൻ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ മടി എല്ലാവർക്കും ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. കാരണം മടി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പൊ മടി നമ്മുടെ കൂടപ്പിറപ്പാണ്.
പക്ഷെ മടിയാണോ നിങ്ങളെ കൊണ്ടുപോകുന്നത്, നമ്മളാണോ മടിയെ കൂടെ കൂട്ടുന്നത് എന്നുള്ള തീരുമാനം. അങ്ങനെ വിട്ടുകൊടുത്താൽ പിന്നെ നമ്മൾ എന്തിനാ? മടി കൂടെ പിറപ്പുണ്ട്, കൂടെയുള്ള ആളാ. പക്ഷെ മടിയാണ് നമ്മളെ നിർത്തുന്നതെങ്കിൽ നമുക്ക് ഒരു കഴിവില്ല എന്ന് അവിടെ മനസ്സിലാവും. അങ്ങനെയാണോ? നിങ്ങളെല്ലാവരും കഴിവുള്ളവരാണോ കഴിവില്ലാത്തവരാണോ? കഴിവുള്ളവരാണ്. മടിയില്ല. മടിയില്ല. മടിയാണോ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിങ്ങളാണോ മടിയെ കൂടെ കൊണ്ടുപോകുന്നത്? മടിയില്ല സാറേ. അല്ല, മടി ഉള്ളവരോട് ചോദിക്കണേ. നിങ്ങളാണോ മടിയെ കൂടെ കൊണ്ടുപോകുന്നത്? മടി നിങ്ങളെയാണോ കൂടെ കൊണ്ടുപോകുന്നത്? ഉത്തരവില്ല അല്ലേ? എന്താ ഉത്തരവുണ്ടോ? ഇല്ല. ഈ പേഴ്സൊക്കെ അത്യാവശ്യം ഇല്ലാത്ത കാലത്ത് മടിയിലായിരുന്നു നമ്മൾ കാശൊക്കെ വെച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് മടി വേണം. എന്ത് മടി? നമ്മുടെ മടി വേണം. ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. സന്തോഷത്തോടു കൂടി പിരിയാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും പറയണു. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ആദ്യം അധ്വാനിക്കുക. അധ്വാനിക്കുമ്പോ അതിന് സപ്പോർട്ടായി നമ്മുടെ പ്രാക്ടീസുകൾ ചെയ്യുക. പ്രജില പറഞ്ഞ പോലെ കിടന്നുറങ്ങാൻ കമോൺ എന്ന് പറഞ്ഞ് പോവാനുള്ള ഊർജം എവിടെ നേടുക? പണിയെടുക്കുക, കാശുണ്ടാക്കുക. അതിൽ നിന്ന് കുറച്ച് കാശ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. എന്നിട്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് പോവാം. മുഴുവൻ കാശും കടം മേടിച്ചിട്ടല്ല ചെയ്യേണ്ടത്. പലിശ ഉണ്ടാക്കിയിട്ട് അതിന് കുറച്ചു നേരം എൻ്റെ അറിവിന് വേണ്ടി ഉപയോഗിക്കുക. എന്നിട്ട് ആ അറിവ് കൊണ്ട് കാശിനെ കൂട്ടുക. ഇതാണ് ഫിലോസഫി. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.